അസ്സലാമു അലൈക്കും. നമ്മൾ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോട്ടെ. രണ്ടും മര്യാദയ്ക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി. അവർ വരട്ടെ, എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. മാമൻ്റെ ആ ഉറച്ച വാക്കിലറിയാം ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. ഷാനുക്ക, അവൾ ഷാനുവിനെ വിളിച്ച് റൂമിലേക്ക് വരുമ്പോൾ ഷാനു ഉറങ്ങാതെ കിടപ്പായിരുന്നു. എന്താ ഷാനുക്ക, നേരത്തെ എണീറ്റോ? ആടി, നീ എഴുന്നേൽക്കും മുമ്പ് ഞാൻ എണീറ്റിട്ടുണ്ട്. അവനത് പറഞ്ഞപ്പോൾ അവളിലെ എന്തോ കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ച പോലെയായിരുന്നു അവളുടെ നിൽപ്പ്. എന്താ ഭാര്യ, നിന്റെ മുഖത്തൊരു കള്ളത്തരം? എന്ത് കള്ളത്തരം? എൻ്റെ മുഖത്തൊന്നുമില്ല ഷാനുക്ക. എന്നാൽ എനിക്ക് തോന്നിയതാവും. ബ്രഷ് ചെയ്യണ്ടേ? വേണം. നീ പോയി മാമനെ വിളിച്ചു വാ. നിനക്ക് തനിയെ പറ്റില്ല എന്ന് എഴുന്നേൽപ്പിക്കാൻ. എനിക്ക് പറ്റും. അതൊരു ഉറച്ച വാക്കായിരുന്നു. എങ്കിൽ ശ്രമിച്ചു നോക്കി. അവളെ നിരാശയാക്കാതെ അവൻ പറഞ്ഞു. അല്പം പ്രയാസപ്പെട്ടാലും ചെറിയ പരിശ്രമത്തിനിടയിൽ അവനെ എങ്ങനെയൊക്കെയോ എഴുന്നേൽപ്പിച്ച് ചാരി നിർത്തി. ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുണ്ടോ ജിനോ? മാമനൊന്ന് വിളിച്ചാൽ പോരെ? ഓ പിന്നെ, എൻ്റെ കെട്ടിയവനെ പൊക്കാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട്. ഓ സമ്മതിച്ചു. ആദ്യം വിളിച്ചിരുന്നു ഷാനുക്ക? ആ വിളിച്ചിരുന്നു. എന്താ പറഞ്ഞത്? അവനെന്ന് വരുമോ? അവൻ്റെ അച്ഛമ്മയെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവന് ഉച്ച ആകുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംസാരിച്ച് നിൽക്കാതെ നീ ആ ബ്രഷിങ് എത്താ. വേണ്ട, ഞാൻ ബ്രഷ് ചെയ്ത് തരാം. വേണ്ട ജിനു, ഇതൊക്കെ ഞാൻ തനിയെ ചെയ്തൂടെ? ആദ്യം ഇവിടെ ഉള്ളപ്പോഴും ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ്. പക്ഷേ ചെയറിലേക്ക് ഇരുത്തിയതിന് ശേഷമാണെന്ന് മാത്രം. എങ്കിൽ ചെയറിലേക്ക് ഇരുന്നാലോ ഷാനുക്ക? ആര്, നീയോ എന്നെ ചെയറിലേക്ക് ഇരുത്തുന്നത്? എൻ്റെ പെണ്ണെ, ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമില്ലടി. എന്നെ ബെഡിൽ നിന്ന് എടുത്തിട്ട് ചെയറിലേക്ക് ഇരുത്തണം. അതിനൊന്നും നിനക്ക് പറ്റൂല. ഇപ്പോൾ ഞാൻ ബ്രഷ് ചെയ്യട്ടെ. ഇനി ഞാൻ പോയി ചായ കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് നനച്ച് തുടക്കാം. ഇന്ന് നനച്ച് തുടക്കൊന്നും വേണ്ട. ആദ്യം വന്നോട്ടെ, എന്നിട്ട് മതി. അതെന്താ? എന്നും ചെയ്യാറുള്ളതല്ലേ. ഞാൻ ചെയ്തോളാം ഷാനുക്ക. എന്നും ചെയ്യുന്നതുകൊണ്ടാണടാ വേണ്ടാന്ന് പറഞ്ഞത്. ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ വേണ്ട പറഞ്ഞത്? സത്യം പറയും. അല്ല പിന്നെ എന്തിനാ തുടക്കണ്ടെന്ന് പറഞ്ഞത്? കുറച്ച് കഴിഞ്ഞ് ആദ്യം വരില്ലോ. അവൻ ചെയ്തോളും മോളെ. ഓ, അപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ ഷാനുക്കാക്ക് ഇഷ്ടമല്ലേ? എനിക്ക് മനസ്സിലായി. അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ജിനു. എന്തിനാ പറയുന്നത്? ഷാനുഖാൻ്റെ സംസാരത്തിൽ തന്നെ അത് വ്യക്തമാണല്ലോ. എന്നെ ചെയറിലേക്ക് ഇരുത്തി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊന്നും നിന്നെക്കൊണ്ട് പറ്റൂല. മാമനെ വിളിച്ചാൽ പോരെ? മാമൻ ചെയറിലേക്ക് ഇരുത്തല്ലോ. എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ പോയി ചായ കൊണ്ടുവാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഷാനുക്ക? എന്താടി ചോദിക്ക്. അല്ല, ഞാൻ ആരാ ഷാനുഖാൻ്റെ? ഓ അതാണോ? നീ എൻ്റെ ആരാണെന്ന് എനിക്കറിയില്ലേ? എനിക്കറിയാം, പക്ഷെ ഷാനുക്കാക്ക് അറിയില്ല. അറിയുമെങ്കിൽ എന്നോട് എങ്ങനെയൊന്നും പറയില്ലായിരുന്നു. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളുടെ ഉപ്പ പറഞ്ഞത് ശരിയാണ്. ചെറിയൊരു കാരണം മതി പെണ്ണിന് കരയാൻ. ഞാൻ നിന്നോട് എന്താ ജിനു പറഞ്ഞത്? ആദ്യം വന്നിട്ട് തുടച്ചു തരുന്നതല്ലേ. അതിലിപ്പോൾ എവിടെ ഒരു തെറ്റുള്ളത്? തെറ്റുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് ഷാനുക്ക. എന്നെ ഒരു അന്യയെപ്പോലെ മാറ്റി നിർത്തുന്നു. എനിക്കൊരു അധികാരമില്ലാത്ത പോലെയാ ഷാനുക്കാൻ്റെ ചിലപ്പോഴുള്ള പെരുമാറ്റം. ഒരു ഹോം നേഴ്സിനേക്കാൾ അധികാരം ഇല്ലേ ഭാര്യയ്ക്ക്? അതെന്തേ ഷാനുക്ക ഓർക്കാത്തത്? എൻ്റെ പൊന്നു മോളെ, നിനക്ക് എന്നിൽ പൂർണ്ണ അവകാശം അധികാരമുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഇപ്പോൾ നീ പറഞ്ഞ ആവശ്യം അത് അംഗീകരിച്ച് തരാൻ എനിക്ക് ചെറിയൊരു മടിയുണ്ട്. അല്ലാതെ വേറെ ഒന്നുമല്ല. അല്ലാതെ നീ എൻ്റെ ഭാര്യ ഇല്ലാത്തതുകൊണ്ടോ നിനക്ക് എന്നിൽ അവകാശമില്ലാത്തത് കൊണ്ടോ അല്ല. എന്ത് മടി ഷാനുക്ക? ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ എന്തിനാ മടി? മടി എന്ന് പറഞ്ഞാൽ പറയാൻ വന്നത് അവനൊരു ചമ്മലോടെ പറയാതെ അവളെ നിന്ന് നോക്കി. എന്തേ നിർത്തിയത് ഷാനുക്ക? പറഞ്ഞോ. എനിക്ക് നിൻ്റെ മുമ്പിലേ ഇരുന്ന് തരാൻ അല്പം നാണുണ്ട്, അവൻ മടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അതുവരെ അവളെ മുഖത്ത് പ്രകടമായ ദേഷ്യവും സങ്കടവും എല്ലാം ഉരുകിയില്ലാതായി. അവിടെ ഒരു പൊട്ടിച്ചിരി ഉയർന്നിരുന്നു. എന്താടി ഇത്രമാത്രം വിളിക്കാൻ? ഓഹോ, സാധാരണ പെൺകുട്ടികൾക്കാണ് ഷാനുക്ക ഈ നാണയ്ക്കുണ്ടാവുക. ഇത് ആണുങ്ങൾക്ക്. പിന്നെയും അവൾ തലയിൽ കവിച്ച് ചിരിക്കാൻ തുടങ്ങി. അതെന്താടി, ആണുങ്ങൾക്ക് നാണവും മാനൊന്നുമില്ലേ? എന്നല്ല ഞാൻ പറഞ്ഞത്, സ്വന്തം ഭാര്യയ്ക്ക് മുന്നിലേ നാണം. അയ്യേ, ആരെങ്കിലും കേട്ടാ മോശമാണ് ഷാനുക്ക. ആയിക്കോട്ടെ, ആ മോശം ഞാനങ്ങ് സഹിച്ചു. നിന്ന് എളിക്കാതെ പോയി ചായ കൊണ്ടുവാടി. കൊണ്ടുവരാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അവൻ്റെ അരികിൽ നിന്ന് അവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അതിന് അവൻ അവളെ നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. എൻ്റെ കെട്ടിയവൻ്റെ നാണം മാറാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയുള്ള അവളുടെ സംസാരവും ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ അവൻ്റെ വയ്യായിക ഒരു ശാപമായി അവനക്ക് തോന്നുന്നുണ്ട്. എന്തൊരു കാന്തിക ശക്തിയാണ് ആ പെണ്ണിൻ്റെ കണ്ണുകൾക്ക്.
നീ ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാം. സമയമാകുമ്പോൾ ഇപ്പോൾ പോയി എനിക്കുള്ള ചായ എടുത്ത് വാ. എൻ്റെ നാണക്കാരൻ കിട്ടിയവന് ഞാനിപ്പോൾ ചായയുമായി വരാവേ. അവൻ്റെ കവിളിലൊന്ന് പിച്ചിക്കൊണ്ട് ചിരിയോടെ അവൾ റൂമിൽ നിന്നിറങ്ങി. ഉച്ച ആവുമ്പോഴേക്കും ആദി തിരിച്ചെത്തി. എങ്ങനെയുണ്ട് മോനെ ഇപ്പോൾ നിൻ്റെ അച്ചമ്മയ്ക്ക്? അവനെ കണ്ട ഉടനെ മാമൻ വിശേഷങ്ങൾ തിരക്കി. കുഴപ്പമൊന്നുമില്ല മാമ, നാളെയും കൂടി കിടക്കേണ്ടി വരും. അത് കഴിഞ്ഞ് മറ്റന്നാൾ ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെപ്പോൾ വന്നോ? ഞങ്ങൾ ഇന്നലെ വന്നതാ. അപ്പോൾ ഞങ്ങൾ വന്ന കാര്യമൊന്നും ഷാൻ നിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ? ഇല്ല, ചിലപ്പോൾ മറന്നു കാണും. അല്ലെങ്കിൽ നീ ഇവിടെ വന്നിട്ട് കാണട്ടെ എന്ന് കരുതി കാണും. ഞങ്ങൾ ഇന്നലെ രാത്രി വന്നതാ മോനെ. വന്നതല്ല, ഷാന് നിർബന്ധിച്ച് വരുത്തിച്ചതാ. എന്താ മാമ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം. മോൻ ആദ്യം പോയത് ഷാനുവിനെ കണ്ടുപോയോ? പിന്നെ മോനെ ഒരു കാര്യം, ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഷാനു അറിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ടേ അവനോടൊന്നും ചോദിക്കണ്ട, ഞാൻ എല്ലാം നിന്നോട് വിശദമായി പറയാം. ശരി, ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. ആദി റൂമിലേക്ക് ചെല്ലുമ്പോൾ ഷാനു പതിയെ കാലുകൾ ചലിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അല്പം പോലും അതിന് സാധിക്കില്ലെന്ന് മനസ്സിലായ ഷാനുവിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. സാർ, വന്നല്ലോ എൻ്റെ വലങ്കയ്യെ. നീ ഇല്ലാഞ്ഞിട്ട് ഞാൻ പെട്ടുപോയടാ. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് തോന്നുന്നുണ്ടോ? ഇല്ലടാ. നീ കാലിലെ വിരലിൻ്റെ ഭാഗം നോക്കി, ചെറിയൊരു വിളർച്ച പോലെ. വേദനയുണ്ടോ? ഉണ്ട്. അയ്യോ, നല്ല പോലെ നീതുണ്ടല്ലോ. നമുക്ക് നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയാലോ? പ്ലാസ്റ്റർ മാറ്റി ഇടേണ്ടി വരും. ഞാനിത് നിന്നോട് പറയാൻ പോവുമായിരുന്നു. ഇന്നലെ മുതൽ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത. എങ്കിലേ നമുക്ക് നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. മാമനോടൊന്ന് പറയണം. അല്ല, നിൻ്റെ അച്ഛമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പോൾ നോർമലായി. മറ്റന്നാൾ ഡിസ്ചാർജ് ചെയ്യാം. ആരാ അടുത്തുള്ളത്? എൻ്റെ അമ്മയും എല്ലാവരും ഉണ്ട്. നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. എനിക്ക് സാറിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷന്. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും എൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആദി. എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റോടാ? അതോ ഞാനെന്നും മറ്റുള്ളവർക്ക് ഒരു ഭാരമായി മാറുമോ? ഹൃദയം പിടഞ്ഞുകൊണ്ടുള്ള ഷാനുവിൻ്റെ ആ ചോദ്യം ആദിയുടെ ഹൃദയത്തിലാണ് കൊണ്ടത്. ഇടയ്ക്ക് സങ്കടത്തോടെ പലതും പറയാറുണ്ടെങ്കിലും ഇന്നത്തെ ചോദ്യത്തിന് വല്ലാത്തൊരു വേദനയായിരുന്നു. സാർ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? ആക്സിഡൻറ്റ് സംഭവിച്ച ഇതൊക്കെ പതിവല്ലേ, വന്നതുപോലെ മാറില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞാൻ കുറച്ചു കാലം ഒരു ആക്സിഡൻ്റ് ആയ ഒരാളെ അരികിൽ നിന്ന കാര്യം? അയാൾ ഇതിലും തകർന്ന നിലയിലായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഡോക്ടർ പറഞ്ഞതിനേക്കാൾ നേരത്തെ അവർ എണീറ്റ് നടന്നില്ലേ? അതുപോലെ ഡോക്ടർ പറഞ്ഞതിൽ നേരത്തെ എണീറ്റ് നടക്കും. ഇപ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട. പിന്നെ ഒരു സന്തോഷമുണ്ട് ആദി. ഇതേ നോക്കി എൻ്റെ കൈവിരലുകൾ ചെറുതായിട്ട് അനക്കാൻ പറ്റുന്നുണ്ട്. ദൈവത്തിന് സ്തുതി. ആദി നെഞ്ചിൽ കൈവച്ച് മേൽപോട്ട് നോക്കി പറഞ്ഞു. ഇതുപോലെ തന്നെ കാലുകളും ചലിപ്പിക്കാൻ പറ്റും. നിങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തിക്കുമ്പോഴാണ് മനസ്സും ശരീരവും തളർന്നു പോകുന്നത്. എപ്പോഴും ഉള്ളിലൊരു ആത്മവിശ്വാസം വേണം. ഞാൻ എണീറ്റ് നടക്കുമെന്നുള്ള വിശ്വാസം അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈയിടായി അതൊക്കെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ആദി. നാളെ ഹോസ്പിറ്റലിൽ പോയാൽ അറിയാം ഡോക്ടർ എന്താ പറയുന്നതെന്ന്. ഉച്ചയ്ക്ക് കഴിക്കേണ്ട മെഡിസിൻ കഴിച്ചോ? ഇല്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. എങ്കിൽ പോയി ഞാൻ ഭക്ഷണം കൊണ്ടുവരാൻ പറയാം. അതിനു മുമ്പ് എൻ്റെ മേലെ ഒന്ന് നനച്ചു തുടക്കണം. അല്ല, സാറിൻ്റെ വൈഫ് ഇതൊന്നും ചെയ്തു തന്നില്ല? അതോ സാറ് വേണ്ടാന്ന് പറഞ്ഞോ? അവൾ ചെയ്യാന്ന് പറഞ്ഞതാ, ഞാനാ വേണ്ടാന്ന് പറഞ്ഞത്. അതിനെന്നോട് പിണങ്ങുകയും ചെയ്തു. ഓ, ഒരു നാണക്കാരൻ. അവനെ നോക്കി തമാശയോടെ പറഞ്ഞുകൊണ്ട് ആദി ഡ്രസ്സ് മാറാൻ റൂമിലേക്ക് പോയി. ഡ്രസ്സ് മാറി വന്ന് ആദി ഡോർ ലോക്ക് ചെയ്തു. ഷാനുവിനെ എടുത്ത് ചെയറിലേക്ക് ഇരുത്തി ആദ്യം ബെഡ്ഷീറ്റെല്ലാം മാറ്റി. അതിനുശേഷം ഡെറ്റോൾ വെള്ളത്തിൽ ഒഴിച്ച് അവനെ നനച്ച് തുടച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് മുണ്ട് മാറ്റാൻ പോകുമ്പോഴാണ് പുറത്തു നിന്നും ജിനു ഡോറിൽ മുട്ടുന്നത്. മുണ്ട് എടുത്തുതാ, എന്നിട്ട് ഡോർ തുറന്നാൽ മതി. സാറിനെ നനച്ചു തുടക്കുന്ന കറക്റ്റ് സമയത്താണല്ലോ അവൾ എന്നും ഡോറിൽ തട്ടുന്നത്. നീ സംസാരിച്ച് നിൽക്കാതെ മുണ്ടെടുത്തതാ ആദി. ഇങ്ങനെ പേടിപ്പിക്കല്ലേ. മുണ്ട് ഉടുപ്പിച്ച് തന്നിട്ട് ഞാൻ ഡോർ തുറക്കും. അവൻ പറഞ്ഞ പോലെ മുണ്ടെടുത്ത് അവനെ ബെഡിലേക്ക് എടുത്ത് ഇരുത്തിയ ശേഷമാണ് ആദി പോയി ഡോർ തുറന്നത്. ആദി ഷാനുവിനെ നനച്ചു തുടച്ച് കൊടുക്കുകയാണെന്ന് അറിഞ്ഞിട്ടും എന്നത്തെയും പോലെ റൂമിലേക്ക് കയറി വന്ന അവളുടെ മുഖത്ത് പരിഭവമല്ലായിരുന്നു. പകരം അവിടെ ഷാനുവിനെ നോക്കിയൊരു കള്ളച്ചിരിയായിരുന്നു. അത് നേരത്തെ അവന് നാണമാണെന്ന് പറഞ്ഞതിനുള്ള ശരിയാണെന്ന് ഷാനുവിന് മനസ്സിലായിരുന്നു. ഓ, എന്താണ് എൻ്റെ നാണക്കാരൻ കെട്ടവൻ്റെ മുഖത്തൊരു വൈക്ലഭ്യം? ഇപ്പോൾ നീ കളിയാക്കിക്കോ. അധികം വൈകാതെ എല്ലാത്തിനും കണക്കായി ഞാൻ തരുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാനൊന്ന് എണീറ്റ് നടക്കട്ടെ, ഒരുമിച്ച് തരാം. ആദ്യം കേൾക്കാതെ ഒരു സ്വകാര്യം പോലെ ഷാനു അവളോട് പറഞ്ഞു.
ആ ഒരു ദിവസത്തിന് വേണ്ടി എൻ്റെയും കാത്തിരിപ്പ്. എൻ്റെ ഷാനുക്ക എണീറ്റ് നടക്കുന്ന ആ ദിവസത്തിന് വേണ്ടി. ഇപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. അവർ രണ്ടാളും നല്ല സംസാരത്തിൽ ആണെന്ന് കണ്ട ആദി അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് താഴേക്കിറങ്ങി. ആദി, അവൻ താഴേക്കിറങ്ങാൻ പോകുമ്പോഴാണ് ഷാനു ആദിയെ വിളിച്ചത്. ഷാഹി ഇല്ലേ താഴെ? അവനെ പിന്നെ കണ്ടില്ലല്ലോ. ജിനുവിനെ നോക്കി ഷാനു ചോദിച്ചു. ഉണ്ട്. അതിനെ അവളൊന്ന് മൂളി. ആദ്യം നീ പോയി ഷാഹിയോട് ഇവിടേക്ക് വരാൻ പറ, ഞാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ആദി ജിനുവിനെ ഒന്ന് നോക്കി. അവൾ ഷാനു കാണാതെ എന്തോ പറഞ്ഞെങ്കിലും ആദിക്ക് അത് മനസ്സിലായില്ല. നീ പോയിക്കോ. നിന്ന് പരുങ്ങുന്ന ആദിയെ നോക്കി ഷാനു കാണാതെ ജിനു പറഞ്ഞു. ആദി താഴേക്ക് പോയിട്ട് കുറേ സമയമായല്ലോ. അവനെന്താ ഷാഹിയെ വിളിച്ചില്ലേ? പഠിച്ചോനെ, അവനെ റൂമിൽ പൂട്ടിയിട്ടതാണെന്ന് ഷാനുക്ക് എങ്ങാനും അറിഞ്ഞ നീ താഴേക്ക് പോവല്ലേ? ഭക്ഷണം കഴിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മുഖം കഴുകി കൊടുക്കുന്നതിനിടയിൽ ഷാനു ജിനുവിനെ നോക്കി പറഞ്ഞു. എന്നാലേ സമയം കളയാതെ ചെല്ലേ. അവനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. നാളെ തന്നെ ജോയിൻ ചെയ്യണം. അത് പറയാനേ അവനെ കാണണമെന്ന് പറഞ്ഞത്. ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്ത അവനോട് എങ്ങനെയാണ് ഷാനുക്ക് വിളിക്കുന്നതെന്ന് പറയാ. സ്റ്റെപ്പിറങ്ങി താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ അവളുടെ ചിന്ത മുഴുവനും അതായിരുന്നു. താഴേക്ക് ഇറങ്ങിച്ചെന്ന് അവൾ കേൾക്കുന്നത് അവനെ പൂട്ടിയിട്ട റൂമിൽ നിന്നും ചെവി പൊട്ടുന്ന തെറിയാണ്. ആ ശബ്ദം ആദിയോടെയാണെന്ന് മനസ്സിലാക്കിയ അവൾ കയ്യിലെ പാത്രം കിച്ചണിൽ കൊണ്ടുവച്ച ശേഷം അവൻ്റെ റൂമിന് നേരെ നടന്നു. ഷാഹിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചാണ് ആദിയുടെ തെറി മുഴുവനും. അവൻ്റെ ശബ്ദം കൂടുതൽ പുറത്തേക്ക് വരാതിരിക്കാൻ ആദി ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ്റെ ദേഷ്യം കണ്ടാലറിയാം മാമനെല്ലാം അവനോട് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇവൻ ഇങ്ങനെയൊക്കെ തെറി പറയോ? ജിനു താടിക്കും കൈ കൊടുത്ത് ആദിയെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. എന്താ പേടിച്ചോ? അവന് വയറ് നിറയെ കൊടുത്ത ശേഷം റൂമിൽ നിന്ന് മുണ്ടും മടക്കി കുത്തി പുറത്തേക്ക് വരുന്ന ആദി ജിനുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നിന്റെ ശരീരത്തിൽ ഇതിന് മാത്രം തെറി ഉണ്ടായിരുന്നു ആദി? ഡീസൻ്റ് ആവേണ്ട സ്ഥലത്ത് ഞാൻ ഡീസൻ്റാ, തറ ആവേണ്ട സ്ഥലത്ത് ഞാൻ തറയാവും. അതാണ് ഈ ആദിനാഥ്. ഷർട്ടിൻ്റെ കോളർ ഒന്ന് പൊക്കി പിടിച്ചുകൊണ്ടു പറഞ്ഞു. എന്നാലും ഞാൻ സമ്മതിച്ചു. നിന്നെ എന്താ തെറിയാ? അവനിട്ട് എന്നോ ഞാൻ ഓങ്ങി വെച്ചതാ. അവസരം കിട്ടിയത് ഇപ്പോഴെന്ന് മാത്രം. ഇന്ന് വയറ് നിറയെ ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടേ അവനൊന്നും കഴിക്കാൻ കൊടുക്കണ്ട. നീ എന്താ സാറിനോട് പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആദ്യം ഇവനെ ഷാനുഖാൻ്റെ അരികിലേക്ക് പറഞ്ഞു വിടാനാണ് എന്നോട് പറഞ്ഞത്. അത് ഓർത്ത് ടെൻഷനാവണ്ട. അവൻ ഇവിടെ ഇല്ലെന്ന് ഞാൻ പോയി പറഞ്ഞോളാം. നീ പോയി പറഞ്ഞാലേ സാറ് ചിലപ്പോൾ പലതും കുത്തി കുത്തി ചോദിക്കും. ചിലപ്പോൾ അവിടെ നിന്ന് പരിങ്ങിയെന്ന് വരും. അതുകൊണ്ട് ഈ കാര്യം ഞാൻ കൈകാര്യം ചെയ്തോടാം. പിന്നെ ജിനുവും മാമിയും അവർക്ക് അരികിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ആദി മാമിനെ ഓർപ്പിച്ചു. കാലിൽ നീര് വരാൻ ഇപ്പോൾ എന്താ കാരണം? അവസാന ഉരുളയും വായിലേക്ക് ഇട്ടുകൊണ്ട് മാമൻ ആദിയെ നോക്കി ചോദിച്ചു. നീര് മാത്രമല്ല, കാലിൽ ചെറിയ വിളർച്ചയുണ്ട്. നാളെ ഹോസ്പിറ്റലിൽ പോയാൽ അറിയാം എന്താന്ന്. പ്ലാസ്റ്റർ മാറ്റേണ്ടി വരും. ഇതെല്ലാം കേട്ട് മുൻപിൽ കൊണ്ടുവച്ച ചോറ് കഴിക്കാതെ വിരലുകൾ കൊണ്ട് ചിത്രം വരച്ചിരിക്കുകയാണ് ജിനു. ഷാനുവിൻ്റെ കാലിൽ നീരുണ്ടെന്ന് കേട്ടതിലുള്ള ടെൻഷനാണ് അവൾക്ക്. അതുകൊണ്ട് ആദി അവളെ തലക്കൊരു കുട്ടു കൊടുത്തുകൊണ്ട് ചോദിച്ചു. ഭക്ഷണത്തിന് മുമ്പിലിരുന്നാണോ സ്വപ്നം കാണാൻ ഇരിക്കുന്നത്? മോളെ, നീ ടെൻഷനൊന്നും ആവണ്ട. കാലിൽ നീര് വരുന്നത് സാധാരണയാണ്. നാളെ ഹോസ്പിറ്റലിൽ പോയാൽ അതിനൊരു പരിഹാരം ഉണ്ടാവും. മോള് ഭക്ഷണം കഴിക്കാൻ നോക്ക്. നീ വേണം അവന് ധൈര്യം കൊടുക്കാൻ. നീ തളർന്നു പോയാലേ അവൻ്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോവില്ലേ? ടെൻഷനായിട്ടൊന്നും കാര്യമില്ല. എന്നാലും എനിക്കും ചെറിയ ടെൻഷനുണ്ട്. ഒന്നും ഉണ്ടാവില്ല മാമ, ഞാനല്ലേ പറയുന്നത്. ഇതുപോലെ എത്ര കേസ് ഞാൻ കണ്ടതാ. എല്ലാം ശരിയാവും. ഞാനൊന്ന് ഷാനുവിൻ്റെ അരികിലേക്ക് ചെല്ലട്ടെ. ആദി, നീ എവിടെയായിരുന്നടാ? ഞാനേ ഫുഡ് കഴിക്കാൻ പോയതാ. നിൻ്റെ ഫോൺ എവിടെ? അത് റൂമിൽ ചാർജ് ചെയ്തിട്ട് വെച്ചതാ. വെറുതെ അല്ലേ വിളിച്ചിട്ടെടുക്കാത്തത്? എന്തിനാ വിളിച്ചത്? ഉമ്മ വിളിച്ചിരുന്നു. ഷാഹിയെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കില്ലെന്ന് പറഞ്ഞു. അവൻ ഇതുവരെ വന്നില്ലേ? ഇല്ല, ചിലപ്പോൾ വല്ല ജോലിക്കാര്യത്തിനും വേണ്ടി പോയതാവും. എന്താവശ്യത്തിന് പോയാലും ഫോൺ എടുത്തൂടെ? ഞാനും ഒത്തിരി തവണ വിളിച്ചു നോക്കി, പക്ഷേ അവൻ ഫോൺ എടുക്കുന്നില്ല. ഉമ്മ എന്തിനാ അവനെ വിളിച്ചത്? അതറിയില്ല. എന്നോടൊന്നും പറഞ്ഞില്ല. ഞാനായിട്ട് ചോദിക്കാനും പോയില്ല. ചിലപ്പോൾ ചുമ്മാ വിളിച്ചതാവും. ഉമ്മ എവിടെ പോയാലും 100 തവണ അവനെ വിളിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ കയ്യിലിരിപ്പും ഉണ്ടാവും. സാറിൻ്റെ ഉമ്മ എന്ന് വരുമോ? ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ജഗ്ഗിൽ വെള്ളമില്ലെന്ന് തോന്നുന്നു. നീ പോയി എടുത്തു കൊണ്ടുവാ.
വെള്ളമെടുക്കാൻ പോയപ്പോൾ ഉമ്മ വരുന്ന കാര്യം ആദി മാമനോടും ജിനുവിനോടും പറഞ്ഞു. വരട്ടെ, അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. മാമൻ പലതും തീരുമാനിച്ചതുപോലെ പറഞ്ഞു. ഞാൻ പോയി സാറിന് മെഡിസിൻ കൊടുത്തു വരാം. പിന്നെ അവനെ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നീ താഴേക്ക് വന്നാൽ മതി കേട്ടോ. വരുമ്പോൾ ആ ഡോറ് ലോക്ക് ചെയ്തേക്ക്. പിന്നെ നിൻ്റെ ഫോണും കയ്യിൽ വെക്കാൻ മറന്നു പോണ്ട. അവൻ എണീറ്റാൽ നിന്നെ കണ്ടില്ലെങ്കിൽ വിളിക്കും. എല്ലാത്തിനും തലകുലിക്ക് സമ്മതം പറഞ്ഞ് ആദി ഷാനുവിന് അരികിലേക്ക് പോയി. അവന് മെഡിസിൻ കൊടുത്ത ശേഷം റൂമിൽ പോയി ഫോണെടുത്ത് കുറച്ച് സമയം ഷാനുവിന് അരികിലിരുന്നു. അവൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഡോറടച്ച് താഴേക്കിറങ്ങി. അവൻ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ഓട്ടോ മുറ്റത്ത് നിൽക്കുന്ന ശബ്ദം കേട്ടു. വന്നത് ഉമ്മയാണെന്ന് അറിയാവുന്നതുകൊണ്ട് ആരാന്ന് നോക്കാൻ പോയില്ല. നിങ്ങളിത് എപ്പോവെന്നോ? ഹാളിലെ സോഫയിൽ ഉമ്മാനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന മാമിനെ നോക്കി ഉമ്മ ചോദിച്ചു. അരികിലായി തന്നെ മാമിയും ജിനുവും ഇരിപ്പുണ്ട്. ഞങ്ങൾ ഇന്നലെ വന്നു, മാമൻ ഒഴിഞ്ഞ മട്ടിൽ മറുപടി കൊടുത്തു. മോളെ, ഷാഹി എപ്പോൾ പോയതാ ഇവിടുന്ന്? അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. അവൻ എവിടെ പോവാൻ? അവൻ ഇവിടെയുണ്ട്. ഉമ്മാൻ്റെ ചോദ്യം ജിനുവിനെ നോക്കിയാണ്ടെങ്കിലും മറുപടി പറഞ്ഞത് മാമനായിരുന്നു. ഇവിടെ ഉണ്ടോ? എന്നിട്ടെന്താ ചെക്കൻ ഫോൺ എടുക്കാത്തത്? എവിടെ അവൻ? ഉമ്മ അവൻ്റെ റൂമിലേക്ക് എത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ ഇവിടെ ഇല്ല. പിന്നെ അവൻ എവിടെ ഉണ്ടെന്ന് ഞാൻ പറയാം. എനിക്ക് അതിനു മുമ്പ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാര്യം പറയുമ്പോൾ ഇടയ്ക്ക് കയറി എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ മറുപടി എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? പറയാം. എല്ലാം കേട്ടിട്ട് ഇന്നൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തണം. ഒന്നുമില്ലെങ്കിൽ അവനെ മര്യാദക്ക് വളർത്തുക, അല്ലെങ്കിൽ മോനെക്കൊണ്ട് വേഗം ഒരു പെണ്ണ് കെട്ടിക്കുക. മാമൻ പറഞ്ഞു വരുമ്പോൾ തന്നെ ഉമ്മാക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞിരുന്നു. പിന്നെ ജിനു വന്നത് മുതൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം വള്ളിപ്പുള്ളി വിടാതെ ഉമ്മാനെ പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ട് അവൾ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾക്ക് എന്നോട് പറഞ്ഞൂടെ? നിങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവൾക്കറിയാം. അതുകൊണ്ടാണ് അവൾ എല്ലാം സഹിച്ച് മിണ്ടാതെ നിന്നത്. കാര്യമുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഒരിക്കലെങ്കിലും അവനിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെപ്പറ്റി ഇവൾ എന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. അവൾക്ക് ഇവിടെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ അവൻ്റെ ഉമ്മയായി എന്നോട് പറയണമായിരുന്നു. ഇവൾ ഒന്നും മിണ്ടാത്തത് കൊണ്ടല്ലേ അവനിൽ നിന്ന് വീണ്ടും മോശമായ അനുഭവം നേരിടേണ്ടി വന്നത്. അപ്പോൾ അവനും തോന്നിക്കാണും ഞാൻ എന്ത് ചെയ്താലും ഇവൾ ആരോടും പറയൂല എന്ന്. പിന്നെ ആൺകുട്ടികളല്ലേ, ചിലപ്പോൾ അങ്ങനെയുള്ള കുസൃതികളൊക്കെ കാണിച്ചു എന്ന് വരും. ഓ, പിന്നെ ഏട്ടൻ്റെ ഭാര്യയെ കയറി പിടിക്കുന്നതാണോ അവൻ്റെ കുസൃതി? ഇവൾ പ്രതികരിക്കാത്തത് കൊണ്ടല്ലേ വീണ്ടും അവനിൽ നിന്ന് മോശമായൊരു അനുഭവം ഉണ്ടായത്. അവിടെ അവനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ കുറേ നേരമായല്ലോ ഇവൾ പ്രതികരിച്ചില്ല എന്ന് പറയുന്നു. മാമൻ സോഫയിൽ നിന്ന് എണീറ്റ് അല്പം ശബ്ദമുയർത്തി ഉമ്മാക്ക് നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മാമൻ്റെ ശബ്ദമുയർന്നപ്പോൾ അവരൊന്ന് ഭയന്നു. ഇവൻ മെയിൻ സ്വിച്ച് ഓഫാക്കി അവളെ കീപ്പെടുത്താൻ വരുമ്പോഴേ അവൾ നിന്ന് കൊടുത്തു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അവൾക്ക് കഴിയുന്ന രീതിയിൽ അവൻ പ്രതികരിച്ചിട്ടുണ്ട്. ആരുമില്ലാത്തൊരു വീട്ടിൽ കരുത്തുറ്റൊരാണിൻ്റെ മുമ്പിൽ എത്രയെന്ന് വെച്ച ഒരു പെൺകുട്ടി പരുതി നിൽക്കുക? നിങ്ങൾ പറ. ഒന്ന് ഉച്ചത്തിൽ കരയാൻ പോലും അവൾക്ക് പേടിയാ. കാരണം ഇതൊന്നും അറിയാതെ ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ ഒരുത്ത റൂമിൽ കിടക്കുന്നുണ്ട്. ഇതുവരെ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അവനെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്നത് എന്താന്ന് നിങ്ങൾക്കറിയാലോ. എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. അതിനെ ഉമ്മ പേടിയോടെ മാമനെ ഒന്ന് നോക്കി. ഇത്രയൊക്കെ മകൻ ചെയ്തു വെച്ചിട്ടും അവനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ എൻ്റെ തനി സ്വഭാവം നിങ്ങളറിയും. ഒന്നില്ലെങ്കിൽ മകനെ മര്യാദ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവനെ ഇവിടെ നിന്ന് ഇറക്കി വിടുക. അതും രണ്ടും അല്ലെങ്കിൽ മോനെക്കൊണ്ട് വേഗം പെണ്ണ് കെട്ടിക്കുക. എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ തീരുമാനം ഇന്ന് തന്നെ വേണം. ഇനി ഇവളെ നേരെ അവൻ്റെ അനാവശ്യമായിട്ടൊരു നോട്ടം പോലും പതിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞാലേ മകൻ മാത്രമാവില്ല, നിങ്ങളും പുറത്താവും. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. ഇല്ല, ഇനി അവനിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ ഉറപ്പ് തരാം. നിങ്ങളെ ഉറപ്പൊന്നും എനിക്ക് കേൾക്കണ്ട. അവനെക്കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കണം. ഇവൾക്ക് മുമ്പിൽ വെച്ച് ഇവളോട് മാപ്പ് പറയിക്കണം. ഇല്ലെങ്കിൽ എനിക്കെല്ലാം ഷാനുവിനെ അറിയിക്കേണ്ടി വരും. വേണ്ട, ഷാനു ഒന്നും അറിയരുത്. ഒരു അപേക്ഷ പോലെ മാമന് നേരെ കൈക്കൂപ്പിക്കൊണ്ടായിരുന്നു ആ ഉമ്മ പറഞ്ഞത്. ഷാനു അറിഞ്ഞാൽ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ നടക്കുമെന്ന് തള്ളക്കറിയാം. അതാണ് തള്ള ഒന്ന് അയഞ്ഞത്. മാമനെ നോക്കിക്കൊണ്ട് ആദ്യം പറഞ്ഞു. അവനെ തൂക്കിയെടുത്ത് എവിടെ കൊണ്ടു ഇട്ടാലോ? തള്ള കാണട്ടെ മോൻക്ക് കിട്ടിയ പാരിതോഷികം. നീ പോയി അവനെ വിളിച്ചോണ്ട് വാ. അടച്ചിട്ട റൂം തുറന്ന് തറയിൽ ചുരുണ്ടിക്കിടി കൊടുക്കുന്ന അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് ആദ്യം അവനെ ഹാളിലേക്ക് കൊണ്ടുവരുമ്പോൾ എൻ്റെ പഠിച്ചോനെ എന്നും പറഞ്ഞ് എണീറ്റുകൊണ്ട് ഉമ്മ നെഞ്ചിൽ കൈവച്ച് ഒരു കരച്ചിലായിരുന്നു. എൻ്റെ പഠിച്ചോനെ, ഈ കാണുന്നത് എന്താ? നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മോനെ എന്താ ചെയ്തത്? തറയിൽ മുട്ടുകൊത്തിയിരുന്ന് അവൻ്റെ മുഖത്തും തലയിലും തലോടിക്കൊണ്ടായിരുന്നു ഉമ്മാൻ്റെ ചോദ്യം. കൊല്ലേണ്ടതായിരുന്നു. കൊല്ലാതെ വിട്ടത് ഞങ്ങളെ ഔദാര്യമാണെന്ന് കരുതിയാൽ മതി.
എന്നാലും ഇങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ? ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായല്ലോ. കയ്യിലിരിപ്പ് നന്നല്ലെങ്കിലേ ഇതല്ല ഇതിലും വലുത് സംഭവിക്കും. മോനെ ഷാഹി, എഴുന്നേൽക്കാൻ പറ്റുമോ നിനക്ക്? ഒന്ന് എഴുന്നേൽക്കടാ. ഉമ്മ, എനിക്ക് വെള്ളം വേണം. കൈകൊണ്ട് ആംഗ്യം കാണിച്ചു കൊണ്ടുവൻ പറഞ്ഞു. ഉമ്മ ഇപ്പോൾ കൊണ്ടുവരാം. മകനെ ഇത്രയൊക്കെ ചെയ്തിട്ടും തള്ളൻ്റെ ഒരു സ്നേഹം നോക്കേ. ഇവരാണ് ഇവനെ ചീത്തയാക്കുന്നത്. നല്ലത് ഉപദേശിച്ച് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്ത കുഴപ്പമാണ് ഈ കാണുന്നത്. ഇവൻ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. എന്തായാലും കുറച്ച് ദിവസം ഞാനിവിടെ കാണും. എന്താ അവരെ തീരുമാനം എന്ന് നോക്കാലോ. അത് കേട്ട് ആദ്യ സന്തോഷത്തിൽ മാമനെ ഒന്ന് ചേർത്ത് പിടിച്ചു. ഞാനിത് മാമനോട് പറയാൻ നിന്നതാ. എന്തായാലും ഈ തീരുമാനം എനിക്കിഷ്ടമായി. ഇതാ മോനെ, വെള്ളം കുടിക്കേ. ഇവനൊന്നും കഴിക്കാൻ കൊടുത്തില്ലേ നിങ്ങൾ? എന്ത് ആർത്തിയോടെയാണ് എൻ്റെ മോന് വെള്ളം കുടിക്കുന്നത്? ഓ, അവനിവിടെ വിളമ്പി സൽക്കരിക്കാൻ യുദ്ധം കഴിഞ്ഞ് വന്നതല്ലല്ലോ. മനഃപൂർവ്വം പട്ടിണി കിട്ടത് തന്നെയാണ്. നിങ്ങൾ മനസ്സാക്ഷിയില്ലാതെ സംസാരിക്കരുത് കേട്ടോ. നിങ്ങളെ സംസാരം കേട്ടാൽ തോന്നും എൻ്റെ മോൻ മാത്രമാണ് തെറ്റുകാരൻ എന്ന്. ആദ്യം തന്നെ ഇവളൊന്ന് എതിർത്ത് അവനോട് സംസാരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കോ? നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? നിങ്ങൾ മോനെ വൃത്തികേട് കാണിച്ചിട്ടും അതിനെ ന്യായീകരിച്ച് സംസാരിക്കാൻ നാണല്ലേ നിങ്ങൾക്ക്? ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.